ഹായ് ഫ്രണ്ട്സ്, എന്ത് പറയുന്നു, സുഖം തന്നെ. ഇത് എൻ്റെ വൈറ്റ് ഞാവൽ, വെള്ള ഞാവൽ, വൈറ്റ് ജാമു. ഇത് ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ജാമു. ഇതിൽ 10-20 പഴങ്ങൾ കായ്കൾ പിടിച്ചിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണുന്നില്ലേ, ഇവിടെ കുറച്ച് പഴങ്ങളുണ്ട്. ഇതായില്ല, പാകമായില്ല. ഇതെല്ലാം വളർന്നു വരില്ല. ഇത് വളർന്നു വരുന്നു കഴിഞ്ഞാൽ ഇതാ ഒരു മുന്തിരി, വലിയ മുന്തിരിയോളം സൈസ് വരും. ഇതാ കാണുന്നില്ല നിങ്ങൾക്ക്, ഇത്രയും വലുപ്പം വരും. അതുമല്ല ഈ കളറാവണം, വൈറ്റ് കളറല്ല, വൈറ്റ് ഞാവൽ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഇങ്ങനെ ഒരു പേർപ്പിൾ കളർ വന്നു കഴിഞ്ഞാലോ അതിൻ്റെ പാകമുള്ളൂ. അപ്പോഴും നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ, അപ്പോഴും നല്ല മധുരം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഒരു ചവർപ്പ് ഉണ്ടാവും. എന്താ ഞാനെല്ലാം പറിച്ചെടുക്കട്ടെ. എന്താ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല, കാരണം പലയിടത്തും അവൈലബിൾ അല്ല. നമുക്ക് വാങ്ങിക്കഴിക്കാൻ പറ്റുന്ന പല ഫ്രൂട്ടും കഴിച്ചിട്ടുണ്ട്, വേൾഡിൽ കിട്ടുന്ന പലതും. പക്ഷേ ഇതൊന്നും അങ്ങനെ കിട്ടാതെ കൊണ്ട് തന്നെ ഇതുവരെ കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഇതാ ഇവിടെയൊക്കെ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്, കാണുന്നില്ലേ? ഇവിടെ ഒരു 3-4 ഉണ്ട്. ഇതാ ഇവിടെ ഒന്ന് പാകമായി വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു മെച്ചുവേർഡ് പ്ലാന്റ് ആണ്, ചട്ടിയിൽ തന്നെയാണ്. നിങ്ങൾക്കിത് കാണുന്നില്ല, ചെടിയൊക്കെ നല്ല വണ്ണമുള്ള. ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ വളരെ പെട്ടെന്ന് പുഴുകുത്തിപ്പോകും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതൊരു കാട്ടുപഴമാണ്. നമ്മുടെ കറുത്ത ഞാവലില്ലേ, അതിൻ്റെ എല്ലാ ഗുണം ഇതിന് തന്നെയുണ്ട്. അതിൽ അത്രയും പോഷകവും ഒരു കാട്ടുപഴത്തിനുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഇതിനുണ്ട്. ഇത് നമുക്ക് കഴിക്കാനെല്ലാം നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചട്ടിയിൽ ഇങ്ങനെ നട്ടു വളർത്താൻ പറ്റിയൊരു ചെടിയാണ്. പക്ഷേ പല കാട്ടുമരങ്ങളും വലുതായി കഴിഞ്ഞാലല്ലോ കഴിക്കുള്ളൂ. ഇത് ഹൈബ്രിഡ് ഗ്രാഫ്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചട്ടിയിൽ തന്നെ പിടിച്ച് കഴിപ്പിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ വീട്ടുമുറ്റത്ത് ഇങ്ങനെയൊക്കെ പഴം കാണാൻ വേണ്ടിയല്ല രസം, കഴിക്കുന്നതിനേക്കാൾ അതിലധികം നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന പഴം പിടിച്ച് കഴിക്കുമ്പോഴാണ്. ഇത് എനിക്ക് ഒരു അവസരം കൂടിയാണ്, ആദ്യമായിട്ട് വൈജ്ഞാവൽ കഴിക്കാൻ എൻ്റെ വീട്ടിൽ തന്നെ പറിച്ച് കഴിക്കാനുള്ളൊരു അവസരം. നമുക്കിങ്ങനെ എന്തെങ്കിലും പഴങ്ങൾ, എൻ്റെ ഈ ഫ്രൂട്ട്സ് കളക്ഷനിൽ ഏകദേശം 80ഓളം ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട്. അതിലിങ്ങനെ ഓരോന്നിങ്ങനെ കാണുമ്പോഴും അതിങ്ങനെ പറിച്ച് കഴിക്കുമ്പോഴൊക്കെ ഒരു സന്തോഷം. എന്തെങ്കിലും രാവിലെ വന്നു കഴിഞ്ഞാൽ വായിലിടാൻ വേണ്ടി എന്തെങ്കിലും കിട്ടും. മൾബറിയോ ബട്ടർ ഫ്രൂട്ട് പ്ലഗോ അല്ലെങ്കിൽ ചാമ്പക്കയോ എന്തെങ്കിലും കിട്ടും ഓരോ ദിവസവും. ഇതെല്ലാം നിങ്ങളെയും ഇൻസ്പയർ ചെയ്യുന്നു കരുതുന്നു. ഇത് വർഷത്തിൽ 2 പ്രാവശ്യം പോയിട്ട് വരും. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കായായിട്ട് കിട്ടുന്നത്. കായായതെല്ലാം നമുക്ക് കായ്ച്ച് കിട്ടാറില്ല. ചിലപ്പോൾ പോട്ടിൽ നടന്നുകൊണ്ടും ഞാൻ സ്വാഭാവികമായിട്ടും രാസവളമൊന്നും ഉപയോഗിക്കാറില്ല, അതുകൊണ്ടായിരിക്കാം. എങ്കിൽ കൂടി ഈ പ്രാവശ്യം 10-20 പഴങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് പൂവിട്ടതെല്ലാം ഇവിടെ കായായിട്ട് മാറുന്നില്ല. ഞാൻ എവിടെയോ ഒരു ഇടത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാവുന്നത് അത് പഴമായി മാറില്ല എന്ന് പറയുന്നു. ഇത് വേക്കൻസി എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പഴമായി മാറും. പിന്നെ 3 കിട്ടിയത്, അതിൽ 1 നാസറാക്ക് കൊടുക്കുക. അവളാണ് ചെടി നോക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യും. ഇതാ ഞാൻ കഴിച്ചു നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ബിസ്മില്ല. ഓ സോ സ്വീറ്റ്. ഒരു കുരുണ്ട്, തരക്കേടില്ല. മുന്തിരിയുടെയൊക്കെ ടേസ്റ്റാണ്. എവിടെയോ ഒരു ചെറിയ കറ പോലെ ഉണ്ട്, പക്ഷേ കഴിക്കാനെല്ലാം നല്ല തന്നെ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നല്ലേ, ഒരല്പം പോലും വിഷത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ ഇതല്ലേ. ഓക്കെ, നിങ്ങളെല്ലാം വീട്ടിൽ നട്ടു വളർത്താം, കാണാൻ ഭംഗിക്കും, വീട്ടിലൊരു പഴവും. പണ്ടൊക്കെ ഇത് എവിടെയും, ഞാനൊന്നും എൻ്റെ ചെറുപ്പത്തിലൊന്നും ഒരു വൈറ്റ് ഞാവലൊന്നും കണ്ടിട്ടില്ല. ഇതൊരു 10-15 വർഷമായിട്ട് ഇവിടെ വന്നതാണ്. ഇതിൻ്റെ വിത്ത് ഇതുപോലെയുള്ളത് നട്ടു നോക്കാം. ഇത് ചിലപ്പോൾ മുളച്ച് വന്നേക്കാം, നട്ടുപിടിപ്പിക്കാം. ഓക്കെ, ബൈ.